നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. ബ്ലോക്ക് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റും, അതൊക്കെ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് നല്ലപോലെ ഒന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ റിസൾട്ട് സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും അവസാനം മോക്ക് പോൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സീൽ ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം കൺട്രോൾ യൂണിറ്റ് ഇതാണല്ലോ. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ പെട്ടിയുണ്ട്. ആ പെട്ടി എങ്ങനെ തുറക്കും എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ? ഇതാണല്ലോ നമ്മുടെ ആ പെട്ടി, കൺട്രോൾ യൂണിറ്റിൻ്റെ. ഇത് നമ്മുടെ ഹോൾഡിംഗ് പിടിയ. ഈ പിടിയുടെ ഇരുവശങ്ങളിലായിട്ട് 2 ലാച്ചുകളുണ്ട് താഴെ. ഈ ലാച്ചുകളിൽ വലിച്ചു കഴിഞ്ഞാൽ എന്ത് തുറന്നു വരും? പെട്ടി തുറന്നു വരും. ഇതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിന്റെ ഏറ്റവും മുകളിൽ ഒരു പാനലുണ്ട്. എന്തുവാ? ഡിസ്പ്ലേ പാനൽ എന്നാണ് പേര് പറയുന്നത്. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തും. അതുപോലെ തന്നെ ബാലറ്റ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ബിസി ആകും. അപ്പോൾ ബിസി എന്നുള്ള ഈ ലാമ്പും തെളിയും. അങ്ങനെ ഡിസ്പ്ലേ പാനലിൽ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡിസ്പ്ലേ ഉണ്ടാകും. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാകും. റിസൾട്ട് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടാകും. ക്ലിയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ഡിസ്പ്ലേയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ ഡിസ്പ്ലേ പാനലിന്റെ തൊട്ട് താഴെയായിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിന്റെ പേരാകുന്നു ബാറ്ററി സെക്ഷൻ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ ഇത് ഇവിടെ ടോയിനിട്ട് അഡ്രസ് ടാഗ് ഇട്ട് വാക്സ് സീലിംഗ് നടത്തിയിട്ടായിരിക്കാം നമുക്ക് തരുന്നത്. നമ്മൾ ഈ ബാറ്ററി സെക്ഷൻ ഒരു കാരണവശാലും സീൽ ചെയ്ത് തരുന്നത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അത് ഓപ്പൺ ചെയ്യേണ്ടതില്ല, അങ്ങോട്ട് തുറന്നു നോക്കേണ്ട, പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിന് തൊട്ട് താഴെയുള്ള ബാറ്ററി സെക്ഷന് തൊട്ട് താഴെ ഒരു സെക്ഷൻ ഉണ്ട്. അതിന്റെ പേര് ഇപ്പൊ പറഞ്ഞായിരുന്നു, റിസൾട്ട് സെക്ഷൻ. ആ റിസൾട്ട് സെക്ഷനാണ് നമ്മൾ പോളിംഗ് ഓഫീസേഴ്സ് പഠിക്കേണ്ടത്. ഈ റിസൾട്ട് സെക്ഷൻ ഒരു മെയിൻ ഡോർ ഉണ്ട്. കൂടാതെ ഈ റിസൾട്ട് സെക്ഷന്റെ ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് കൂടി കാണാം. ഈ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ഇന്നർ ഡോർ ഉണ്ട്, കണ്ടില്ലേ? ഈ ഇന്നർ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 3 കമ്പാർട്ട്മെന്റുകളായി തിരിച്ചിരിക്കുക, അല്ലേ? ഈ 3 കമ്പാർട്ട്മെന്റുകളിൽ ഒന്നെന്തുവാ? ക്ലോസ് ബട്ടൺ. എന്തിനാ ക്ലോസ് ബട്ടൺ? നമ്മളൊരു പോൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. ഈ കറുത്ത ബട്ടൺ നമ്മളൊരു പോൾ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി നമ്മൾ തലേ ദിവസം കുറച്ച് ട്രെയിനിങ്ങിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്ത് റിസൾട്ട് നോക്കണം. പിന്നെ റിയൽ പോളിംഗിന്റെ അന്ന് വൈകുന്നേരം ക്യൂയിലുള്ളവർ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അവസാനിപ്പിക്കുന്നത് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇത് അടഞ്ഞിരിക്കും. അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആ ക്യാപ്പ്, ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് എന്തുവാണ്? രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ റിസൾട്ട് 1 എന്നുള്ളൊരു ബട്ടൺ കാണാം. തൊട്ട് താഴെ റിസൾട്ട് 2. നമുക്ക് റിസൾട്ട് 1 മാത്രം മതി. റിസൾട്ട് 2നെ കുറിച്ച് ഒന്നും അറിയണ്ട. അപ്പൊ അതങ്ങ് വിട്ടേക്കുക. റിസൾട്ട് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ചെയ്ത വോട്ടുകളുടെ ആ റിസൾട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത എന്തുവാ? ക്ലിയർ ബട്ടൺ. ഈ മൂന്നാമത് കാണുന്ന വൈറ്റ് കളർ ആയിട്ടുള്ളത് ക്ലിയർ ബട്ടൺ ആണ്. ക്ലിയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും അതെന്തിനുള്ളതാണ്. ചെയ്ത വോട്ടുകൾ ക്ലിയർ ചെയ്യുന്ന, ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. അത് നമുക്ക് ഈ ഡിവൈസ് കിട്ടി ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ തലേ ദിവസം കുറച്ച് വോട്ടൊക്കെ ചെയ്ത് പഠിക്കുമല്ലോ. ആ പഠിക്കുന്ന സമയത്ത് ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇനി അന്ന് രാവിലെ 6 മണിക്ക് എന്ത് ചെയ്യണം? മോക്ക് പോൾ ചെയ്തിട്ട് അപ്പോഴും എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. എന്നാൽ നമ്മൾ പെട്ടെന്ന് ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താൽ ക്ലിയർ ആവുമോ? ഇല്ല, അല്ലേ? അങ്ങനെ പഠിച്ചിട്ടില്ലേ? അതായത് നമുക്ക് സമയമില്ല, പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകണം. അതിനുവേണ്ടി വോട്ടൊക്കെ ചെയ്ത് നേരെ ഓടി വന്ന് ക്ലിയർ ചെയ്താൽ പറ്റില്ല. അപ്പൊ തൊട്ട്
മുന്നിലുള്ള റിസൾട്ട് നമ്മളൊന്ന് ചെയ്യാന്ന് വിചാരിക്കും. റിസൾട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചാലും റിസൾട്ട് നോക്കിയാലും റിസൾട്ട് വരില്ല. ആദ്യം എന്ത് ചെയ്തിരിക്കണം? ക്ലോസ് ചെയ്തിരിക്കണം. ഒന്നും കൂടി ഓർത്തോണം, ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. അത് കഴിഞ്ഞ് മാത്രമേ ക്ലിയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇത് മാത്രമാണ് ഇന്ന് രാത്രി ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ഓർക്കണം. ഇങ്ങനെ ക്ലോസ് റിസൾട്ട് ക്ലിയർ എന്നൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇത് കഴിയുന്നു. പിന്നെ ഇതാണ് ബാലറ്റ് ബട്ടൺ. ഒരു വോട്ടർ കടന്നു വന്നാൽ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതിന് വേണ്ടി ഈ ബാലറ്റ് ബട്ടൺ സ്റ്റേറ്റ് പോളിംഗ് ഓഫീസർ പ്രസ് ചെയ്ത് അങ്ങോട്ട് വോട്ടർ പോയി വോട്ട് ചെയ്തുകൊള്ളൂ. ഇനി ഇതാ കാണുന്നത് എന്താ? ചെറിയൊരു ബട്ടൺ, ടോട്ടൽ. എന്തിനാ? പറയുമ്പോൾ തന്നെ അറിയാം, ടോട്ടൽ ബട്ടൺ. ടോട്ടൽ അറിയാനാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, പോൾ മാനേജറിൽ 8 മണി, 9 മണി, 10 മണി, 11 മണി എന്നും പറഞ്ഞ് ഓരോ മണിക്കൂറുടെ വിട്ട് കൊടുക്കണം. അപ്പോഴൊക്കെ നമ്മൾ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്യണം. അവിടെ എനിക്ക് തോന്നുന്നു പോൾ മാനേജറിൽ പുരുഷന് സ്ത്രീ ചോദിക്കുന്നുണ്ടോ? അപ്പൊ അതിന് നമ്മൾ വേറെ കണക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണെന്ന് നോക്കുകയും അത് വെച്ച് പുരുഷനും സ്ത്രീയും, മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ ടോട്ടൽ ബട്ടൺ വരെയായി. ഇനി പവർ ഓൺ ചെയ്യണമല്ലോ. ഇത് ഒറ്റക്ക് വർക്ക് ചെയ്യുമോ? ഇല്ല. ഇതിന്റെ കൂടെ എന്തുണ്ട്? ബാലറ്റ് യൂണിറ്റ്. എത്ര ബാലറ്റ് യൂണിറ്റ്? 3 എണ്ണം. അപ്പോൾ പവർ ഓൺ ചെയ്യുന്നത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കൺട്രോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ ഈ കാണുന്ന ഒരു ഡോറാണ്. മിഡിൽ ഭാഗത്ത് പ്രസ് ചെയ്യുക, വലിക്കുക. പ്രസ് ചെയ്യുക, വലിക്കുക. തുറന്നല്ലോ. തുറന്നു കഴിഞ്ഞാൽ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാം എന്താണ്? സ്റ്റീൽ കളറിലുള്ള ഒരു ടോഗിൾ സ്വിച്ച്, പവർ ഓൺ ചെയ്യാൻ. അപ്പൊ നമ്മളത് ഇട്ട് കൊടുക്കുക, ഓൺ ചെയ്യാം. ഇനി ഓൺ ചെയ്താലും അതിന് മുൻപ് എന്ത് ചെയ്തിരിക്കണം? ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയാണ് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലായിട്ട് കാണാം ആദ്യം BU കണക്ടർ എന്നും ഇപ്പുറത്ത് DI കണക്ടർ എന്നും പറഞ്ഞ് 2 കണക്ടർ. നമുക്ക് സംശയം ഉണ്ടാകാം ആ സമയത്ത് ഏത് കണക്ടറാണ് നമുക്ക് വേണ്ടത്? BU കണക്ടർ. അപ്പോൾ BU കണക്ടറുമായിട്ടാണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. DI-നെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല, വിട്ടേക്കാം. അപ്പം അത്യാവശ്യ കാര്യങ്ങൾ ഇതിനെ കുറിച്ചായല്ലോ. പിന്നെ ഇവിടെ സീരിയൽ നമ്പറൊക്കെ ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോമിൽ എഴുതേണ്ട ഭാഗത്ത് കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പർ ഇവിടെ, പിന്നെ ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞു വരും. അങ്ങനെ അവിടെ ഡിസ്പ്ലേ ആവും. ഇനി നമുക്ക് മനസ്സിലാക്കാം ബാലറ്റിംഗ് യൂണിറ്റിനെ കുറിച്ച്. നമുക്കിവിടെ ബാലറ്റിംഗ് യൂണിറ്റ് 3 എണ്ണം ഉണ്ട്. ബാലറ്റിംഗ് യൂണിറ്റ് ഇതാണ്. ഇവിടെ ബാലറ്റ് ലേബൽ ഉണ്ടാകും, സ്ഥാനാർത്ഥികളുടെ പേര്, വിവരങ്ങൾ, ഇവിടെ വോട്ട് ചെയ്യാം ഉള്ള ബട്ടൺസ് ഉണ്ടാകും. മുകളിലും താഴെയുമായിട്ട് സീൽ ചെയ്തിട്ടാണ് ബാലറ്റ് യൂണിറ്റ് തരുന്നത്. ആ സീൽ ഒരു കാരണവശാലും നമ്മൾ പൊട്ടിക്കേണ്ട, തുറക്കേണ്ട, അകത്തേക്ക് നോക്കേണ്ട. നമുക്കിത് അങ്ങെടുത്ത് വെക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്ക് കണക്ഷൻ മനസ്സിലാക്കാം. ഓക്കെ, ഈ ബാലറ്റ് യൂണിറ്റിൽ ഏതാണ്ട് 5 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. 5 മീറ്റർ നീളമുള്ള കേബിൾ ഉണ്ടാകും. ആ കേബിളിന്റെ അവസാനം ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കണ്ടല്ലോ, ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന? ടോപ്പ് എന്നുണ്ട്. ഇവിടെ എന്താ കളറ്? റെഡ് എന്നുണ്ട്. ഇവിടെ എന്തുവാ? ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഇവിടെ റെഡും ഇവിടെ ബ്ലാക്കും ടോപ്പ് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പൊ ടോപ്പ് നോക്കിയേ നമ്മൾ കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിലേക്ക് നോക്കിയാൽ ഇവിടെ ഈ കണക്ടർ സോക്കറ്റിലും ഒരു വശത്ത് റെഡ് ഉണ്ട്, മറുവശത്ത് ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഈ കണക്ടറിലുള്ള റെഡ് ഇവിടെ റെഡുമായി ചേരണം. ഈ കണക്ടറിലുള്ള ബ്ലാക്ക്, ഈ ലാച്ച് ബ്ലാക്കുമായിട്ട് ചേരണം. ഇല്ല എങ്കിൽ ഇതിന്റെ മുകളിൽ 5 പിന്നുകളും താഴെ 4 പിന്നുകളുമാണ്. തിരിച്ച് കണക്ട് ചെയ്താൽ 4 ഹോളിലേക്ക് 5 പിന്ന് പോയിട്ട് 1 പിന്ന് വളഞ്ഞു പോകും. അതോടുകൂടി ഈ മെഷീൻ കേടായി പോകും. അതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഇനി 3 ബാലറ്റ് യൂണിറ്റ് ഉള്ള സമയത്ത് കണക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് സംശയം ഉണ്ടാകാം. ഒരു എണ്ണം മാത്രം ഉപയോഗിക്കുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ് പ്രശ്നമില്ല. കാരണം ഒരു ബാലറ്റ് യൂണിറ്റ് എടുത്തിട്ട് അതിന്റെ കേബിൾ എടുത്തിട്ട് നേരെ BU കണക്ടറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ നമുക്ക് ബ്ലോക്ക്, ഗ്രാമ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റിനോട് ചേർത്ത് വെക്കുന്ന 1ാമത്തെ ബാലറ്റ് യൂണിറ്റ് എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ആയിരിക്കും. അതിന് വൈറ്റ് കളറിലുള്ള ബാലറ്റ് പേപ്പർ ആയിരിക്കും.
അതായത് കൺട്രോൾ യൂണിറ്റ് ഇങ്ങനെ വെക്കുന്നു, വലത്തെ സൈഡിൽ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി വെക്കുന്നു. അല്ലാത്ത സമയത്ത് എവിടെ വെക്കും? കമ്പാർട്ട്മെന്റിലായിരിക്കാം വെക്കുന്നത്. അതങ്ങനെയായിരിക്കും. അപ്പൊ കമ്പാർട്ട്മെന്റിൽ വെക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ എടുത്തിട്ട് കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിന്റെ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ റെഡ് നോക്കി ബ്ലാക്ക് നോക്കി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നല്ലൊരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് എന്നുള്ള ഇവർ കാണാൻ പറ്റുന്നില്ലല്ലേ, ഇതാ റെഡ് ഇപ്പോൾ ഇപ്പുറത്തും ബ്ലാക്ക് ഇപ്പുറത്തും. അതിന്റെ ഉള്ളിലോട്ടായി കഴിഞ്ഞാൽ ഒരു പ്രസ് കൊടുക്കുക. അപ്പോൾ ഒരു ശബ്ദം ക്ലിക്ക് എന്നുള്ള അത് ലോക്കായി വീഴുകയാണ്. ഇതിനുള്ളിൽ ഒരു ലോക്കുണ്ട്. അതുകൊണ്ടാണ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്രസ് ചെയ്താൽ മതി. പക്ഷെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന റെഡും ബ്ലാക്കും ആകുന്ന രണ്ട് ലാച്ചുകൾ, ചെവി പോലെയുള്ള ലാച്ചുകളിൽ പിടിച്ച് പ്രസ് ചെയ്തിട്ടായിരിക്കണം ഡിസ്കണക്ഷൻ. കണക്ട് ചെയ്യുമ്പോൾ നോ പ്രോബ്ലം. എപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ കയ്യിൽ വയറിരിക്കും, സോക്കറ്റ് അവിടെ ഇരിക്കും, കേടായി പോകും. അപ്പോൾ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തു. രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ എടുത്തിട്ട് രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യണം. കണ്ട? ഇനിയോ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. കണക്ട് ചെയ്ത് കാണിക്കുക. ഇത് കണ്ട? ഇതിപ്പോ രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റ് എന്ന് സങ്കല്പിക്കുക. അത് തന്നെ രണ്ടാമത്തെ. അതിന്റെ കേബിൾ എടുത്തിട്ട് ഈ പറഞ്ഞ കളർ കോഡിങ്ങോടുകൂടി ഇങ്ങനെ, ഓക്കെ, ലോക്കിംഗ് ശബ്ദം കേട്ടില്ലേ, ഇങ്ങനെ വെക്കുകയും ഈ വയർ ഇങ്ങോട്ടാക്കി ഈ ഡോർ അടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെല്ലാം ഇങ്ങനെ മറിഞ്ഞൊക്കെ നിന്ന് കഴിഞ്ഞാലാണ് ലിങ്ക് എറർ ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ ഒന്നാമത്തേതിലേക്കും മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ കണക്ഷൻ മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വേറെ രീതിയിൽ പറയാം. അതായത് മൂന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിന്റെ, അതായത് ജില്ലാ പഞ്ചായത്തിന്റെ വൈറ്റ്, പിങ്ക്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും ജില്ലാ പഞ്ചായത്തിന്റെ മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്കിന്റെയാണ്. ബ്ലോക്കിന്റെ കളർ പിങ്ക് കളർ ആയിരിക്കും ബാലറ്റ് പേപ്പർ. അപ്പൊ ആ പിങ്ക് കളറിലുള്ള ബാലറ്റ് യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിന്റെ കേബിൾ എടുത്തിട്ട് ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്തിന്റെ ആയിരിക്കും. അതിന്റെ കളർ വൈറ്റ് ആയിരിക്കും, വൈറ്റ് ബാലറ്റ് ആയിരിക്കും. ആ വൈറ്റ് ബാലറ്റ് ഉള്ള ബാലറ്റ് യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യുക 2-1 പിന്നെ ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തിന്റെ കണക്ഷൻ നേരെ കൺട്രോൾ യൂണിറ്റ്. അപ്പൊ കണക്ഷൻ ഒക്കെ ആയല്ലോ. ഈ കണക്ഷൻ ഒന്ന് ശരിയായാൽ തന്നെ ഓക്കെ ആയി. കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നല്ലപോലെ കണക്ട് ചെയ്യുക, ക്ലിക്ക് എന്നുള്ള ശബ്ദം. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ SCC ഡോട്ട് എന്നൊക്കെ പറഞ്ഞ SCC കേരള ഡിസ്പ്ലേ ഉണ്ടാകും. പിന്നെ അത്യാവശ്യ ഡിസ്പ്ലേ ക്ലോക്ക് എറർ എന്ന് കാണിച്ചാലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അത്യാവശ്യ ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു മോക്ക് പോൾ എന്നുള്ള നിലയിൽ നടത്താം. ആദ്യം എന്ത് ചെയ്യണം? ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ഡിസ്പ്ലേ മാറിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ ഡിസ്പ്ലേ നടക്കുന്ന സമയത്ത് പോസ്റ്റ് 1 ഉണ്ടാകും, പിന്നെ പോസ്റ്റ് 2 ഉണ്ടാകും, പിന്നെ പോസ്റ്റ് 3 ഉണ്ടാകും. പോസ്റ്റ് 1 ഗ്രാമപഞ്ചായത്ത്, പോസ്റ്റ് 2 ബ്ലോക്ക് പഞ്ചായത്ത്, പോസ്റ്റ് 3 ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഡിസ്പ്ലേ അവസാനിച്ചു കഴിഞ്ഞാൽ മോക്ക് പോളിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബിസി ലാമ്പ് കൺട്രോൾ യൂണിറ്റിൽ തെളിയും. ഈ ബാലറ്റ് യൂണിറ്റിലൊക്കെ റെഡി ലാമ്പ് എന്നുള്ള ആ 3 ബട്ടണും തെളിഞ്ഞിരിക്കും. ഓരോ ബാലറ്റ് യൂണിറ്റിലും വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആരോയിൽ ലൈറ്റ് തെളിയുകയും മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ബീപ് ശബ്ദത്തോടുകൂടി അണയുകയും ചെയ്യും. അപ്പോൾ അത് സേവ് ആയി കൺട്രോൾ യൂണിറ്റ് വരും. നേരത്തെ പറഞ്ഞു
അണ്ടർ വോട്ട് പ്രശ്നം വരുന്നത് ഏതെങ്കിലും 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാലറ്റ് യൂണിറ്റിൽ മാത്രം വോട്ട് ചെയ്തിട്ട് പോയാൽ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കും. അപ്പോൾ ബാക്കി 2 എണ്ണത്തിലോ 1 എണ്ണത്തിലോ വോട്ട് ചെയ്യാനുണ്ട് എങ്കിൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ പോയി ചെയ്യുക. അയാള് മനഃപൂർവ്വം ചെയ്യാതെ പോയാൽ, ഇനി അറിയാതെയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് വോട്ട് ചെയ്യാൻ പറയാം. അപ്പൊ പ്രായമുള്ളവരൊക്കെ എല്ലായിടവും കുത്തണമെന്നൊന്നും അറിയാത്തവരുണ്ടാകും. അപ്പൊ അവരെ വിളിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. 3ലും ബിസി ലാമ്പ് തെളിഞ്ഞു, 3ലും റെഡി ലാമ്പ് തെളിഞ്ഞിരിക്കുന്നു. ഒരു വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുമ്പോൾ ആരോ ലൈറ്റ് തെളിയുന്നു. ഇവിടെയും വോട്ട് ചെയ്യുന്നു. അവര് തെളിഞ്ഞായിരുന്നാ, പിന്നെ അവർ വോട്ട് ചെയ്തോ? അതാ 3ാമത്തേൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ബീപ് ശബ്ദം ഉണ്ടാവും. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് മനസ്സിലാകും ഇതാ വോട്ട് രേഖപ്പെടുത്തി. ഇല്ല എങ്കിൽ, ബീപ് ശബ്ദം ഇല്ല എങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യാതെ നിൽക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു വോട്ട് കൊണ്ട് നമുക്ക് നിർത്താം ഈ മോക്ക് പോൾ എന്നുള്ളത്. മോക്ക് പോൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് മോക്ക് പോളിന് ഇത് ഓപ്പൺ ചെയ്യാം. പക്ഷെ റിയൽ പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സീലിംഗ് ഉണ്ടാകും, ഓപ്പൺ ചെയ്യാൻ പാടില്ല. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ ക്ലോസിംഗ് എന്നുള്ള മെസ്സേജ് ഉണ്ടാകുന്നു. പിന്നെ 1-2 ഡിസ്പ്ലേയും കൂടി ഉണ്ടാകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യണം. അതിനുശേഷം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ നമുക്ക് മോക്ക് പോൾ കഴിഞ്ഞ് എല്ലാ വോട്ടും ഡിലീറ്റ് ആക്കി ആ വിവരം പോൾ മാനേജർ ആപ്പിലൂടെ നമുക്ക് അറിയിക്കാനും പറ്റും. ഇനി നമുക്കുള്ളത് സീൽ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പൊ റിസൾട്ട് ബട്ടൺ ഇനി അമർത്താനുണ്ട്. അതിനുശേഷം ക്ലിയർ ബട്ടൺ അമർത്താനുണ്ട്. പക്ഷെ അത്രയും നേരം നമുക്ക് നിൽക്കാൻ സമയമില്ല എന്നുള്ളത് കൊണ്ട് പോയേക്കല്ല, മുന്നോട്ട് പോവാം.